അപ്പം ഞാൻ ഒരിക്കലും അച്ഛനൊരു ഓണ്ടർപ്രന്യൂർ ആണെന്നോ ഇതൊരു കമ്പനിയാണെന്നോ ഇതൊരു സ്റ്റാർട്ടപ്പ് ആണെന്നോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മുടെ മനസ്സിൽ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കാനുള്ളൊരു ബന്ധം എങ്ങനെ ക്രിയേറ്റ് ഫണ്ടിങ് എന്നൊരു സാധനം ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ശ്രമിച്ചിട്ട് പോലും. എക്സാമ്പിൾ ഞാൻ ഫണ്ട് ചെയ്തു, എനിക്ക് അതിൻ്റെ പ്രൂഫ് വേണം, എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ഇക്വിറ്റി കിട്ടണം എന്നെല്ലാം അവർ ആഗ്രഹിക്കുള്ളൂ. ഞാൻ 2010 ഗ്രാജുവേറ്റ് ചെയ്തു എഞ്ചിനീയറിംഗ്. എൻ്റെ ചേട്ടൻ 2007 ഗ്രാജുവേറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് കയറി. ചേട്ടൻ US-ലെത്തി, ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനി ഓടിച്ച് ഇൻഫോസിസിൽ നിന്ന് ഇറങ്ങി ഫൗണ്ടേഴ്സ് തുടങ്ങി ഓടിച്ച് അനക്കമൊക്കെ വെച്ച് തുടങ്ങി. സ്റ്റാർട്ടപ്പ് ചില എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോഴും റണ്ണിങ് ആണ്. സ്റ്റാർട്ടപ്പ് ചില എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് സെലക്ഷൻ കിട്ടിയാൽ $40,000 ചിലിയൻ ഗവൺമെന്റ് നമുക്ക് തരും ഫ്രീ ആയിട്ട്, എക്വിറ്റി ഒന്നും ഇല്ലാതെ. ഒരാൾ ചിലയിൽ പോയി കിടന്നാൽ മതി. അത് ആ ആൾ ഞാനായിരുന്നു. എൻ്റെ 25-ാം വയസ്സിലെ എൻ്റെ 7 മാസം ഞാൻ ചിലയിലെ ഒരു മുറിയിൽ അടച്ചിരുന്നു. നമ്മൾ ഏതൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിൻ്റെയും മനസ്സിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു കാര്യമാണ്, ഒന്ന് ഫണ്ട് റൈസിങ്, പിന്നെ രണ്ടാമത് എക്സിറ്റ്. ഈ ഒരു സംഭവത്തിലോട്ട് എങ്ങനെ എത്തുക എന്നുള്ളതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലും റെഫർ ചെയ്യണത് കൂടുതലും പുറത്തുള്ള ആൾക്കാരുടെ വീഡിയോസ് ആയിരിക്കാം. US-ലും യൂറോപ്യൻ കൺട്രീസിലുള്ള നല്ല ഫൗണ്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസാണ് നമ്മൾ കൂടുതലും വാച്ച് ചെയ്യുക. അവരോടായിരിക്കും കൂടുതൽ ഇൻപുട്ടുകൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് ഇൻപുട്ട് തരാൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് നല്ല ഫൗണ്ടേഴ്സ് നമുക്ക് ഇതിലൊക്കെ ഇൻഫർമേഷൻ തരാനുണ്ട്. അപ്പോൾ അങ്ങനെ ആരൊക്കെ ഉണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അർജുൻ പിള്ളയിലോട്ട് എത്തിയത്. അർജുൻ പിള്ള 2 സ്റ്റാർട്ടപ്പുകൾ എക്സിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 25ഓളം സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററും കൂടിയാണ്. അതുപോലെ തന്നെ 5 ഫണ്ടിങ് വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്ററും കൂടിയാണ്. അപ്പോൾ അർജുൻ പിള്ളയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ, അതായത് സ്റ്റാർട്ടപ്പുകളിലോട്ട് കിടക്കുന്ന എല്ലാ ഫൗണ്ടേഴ്സിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു സ്റ്റാർട്ട് ചെയ്യണ ഫൗണ്ടർ നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ വാലിഡേറ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം, എങ്ങനെ എക്സിറ്റിലോട്ട് എത്താം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അർജുൻ പിള്ള ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു സ്റ്റാർട്ടപ്പിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ പുറമെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ, സാസ് പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും, അർജുൻ പിള്ളയുടെ ടോട്ടൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കൂടുതലും ഡാറ്റ ബേസ് ചെയ്തുള്ള കമ്പനീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാസ് പ്രൊഡക്റ്റുകളാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. സോ അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും ഇൻപുട്ടിനും വേണ്ടിയിട്ടും ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കോൺടാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റിയൊരു പേഴ്സണും കൂടിയാണ്. ഈ വീഡിയോയിൽ കൂടുതലും നമ്മൾ അർജുൻ്റെ സ്റ്റോറി ചോദിക്കുന്നതിന് പകരം, അർജുനോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് സ്റ്റോറീസ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ റീസെൻ്റ്ലി നമ്മുടെ ഫെലിക്സ് ജോസ്മോൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ഇരുന്ന് സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. ആ 2 കമ്പനിയുടെ എക്സിറ്റും ഇപ്പോൾ ചെയ്യുന്ന കമ്പനീനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആ സ്റ്റോറി ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അത് കാണേണ്ടവർ ആ യൂട്യൂബ് ചാനൽ ഫെലിക്സ് ജോസ്മിനെ ഞാൻ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് കണ്ടാൽ മതി, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് അർജുൻ പിള്ളയുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. നമുക്ക് കുറച്ചുകൂടെ ബേസിക് കാര്യങ്ങൾ, അതായത് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ബേസിക് കാര്യങ്ങളെക്കുറിച്ചിലോട്ട് അന്വേഷിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യാം അർജുൻ പിള്ളയെ നമ്മുടെ ടേക്ക് റിസ്ക് മലയാളം ചാനലിലോട്ട്. അർജുൻ, വെൽക്കം ടു ടേക്ക് റിസ്ക്. താങ്ക് യു, നമസ്കാരം, താങ്ക്സ് ഫോർ ഹാവിങ് മീ. ഓക്കെ, ഇപ്പോൾ നാട്ടിലുണ്ട്, എന്താണ് കൂടുതലും ഇവിടെയാണോ, കേരളത്തിലാണോ, US-ലാണോ? ഞാൻ US-ലാണ്, US-ൽ ബേസ്ഡ് ആണ്. US-ൽ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ സിലിക്കോൺ വാലി എന്ന് വിളിക്കുന്ന സ്ഥലത്താണ്. നമ്മുടെ പാലോ ആൾട്ടോയിലാണ് ഓഫീസ്. ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ കമ്പനിക്ക്. നമ്മളിപ്പം 45 പേരോളമായി. 10 പേര് അവിടെ US-ലും 35 പേരോളം ഇന്ത്യയിലുമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഓഫീസ് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് നാട്ടിൽ വരും. നാട്ടിലിടയ്ക്ക് വന്നില്ലേ ഹോം സിക്ക് ആവുന്ന സ്വഭാവമാണ് എനിക്ക്. അപ്പം വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ വരുമ്പോഴൊക്കെ കേരളത്തിൽ വരികയും ചെയ്യാറുണ്ട്. ഷോർട്ട് ട്രിപ്സ് ആയിരിക്കും, 1-2 ആഴ്ചത്തേക്ക് വന്നിട്ട് ഓടി തിരിച്ചു പോകുന്ന ടൈപ്പാണ്. പക്ഷെ അതാണ്, അപ്പം ബേസ് ഹോം എന്ന് പറയുന്നത് US ആണ്. ഇത് നമ്മുടെ ആക്ച്വൽ ഹോമാണ്. മനസ്സിലുള്ള വീട്, ഇതും താമസിക്കുന്ന വീട് US-ലാണ്. ഫാമിലി മൊത്തത്തിൽ അവിടെയാണ് സെറ്റിൽഡ് ആണ്? എൻ്റെ വൈഫും മോളും അവിടെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയാണ്. എൻ്റെ ചേട്ടനും US-ൽ തന്നെയാണ്. ചേട്ടൻ അറ്റ്ലാന്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ അച്ഛനും അമ്മയും തിരുവല്ലയിലാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിസിറ്റ് ചെയ്യും, പക്ഷെ അവർ തിരുവല്ലയിലാണ്. ഓക്കെ, ബേസിക്കലി ബിസിനസ് ഫാമിലി ആണോ അതോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ? ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ആക്ച്വലി പറഞ്ഞ ബിസിനസ് ഫാമിലിയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് വീടിനടുത്ത് തിരുവല്ലയിലെ കമ്പഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
അതിൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു റബ്ബർ ബാൻഡിൻ്റെ മാനുഫാക്ചറിങ് SSI എന്ന സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് പക്ഷേ അത് ഭയങ്കര മാനുവൽ ഇൻറ്റൻസീവ് ആയിരുന്നുകൊണ്ട് അച്ഛൻ ഒരിക്കലും നമ്മളെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല. ചേട്ടനെ ആയാലും എന്നെ ആയാലും ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒരിക്കലും അച്ഛനൊരു ഓൺട്രപ്രന്യൂർ ആണെന്നോ ഇതൊരു കമ്പനിയാണെന്നോ ഇതൊരു സ്റ്റാർട്ടപ്പ് ആണെന്നോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മുടെ മനസ്സിൽ. പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു എൻ്റെ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെമ്മറി എൻ്റെ ജനലിൽ കൂടെ നോക്കിയാൽ ഫാക്ടറി കാണാം. അപ്പോൾ രാവിലെ 6 മണിക്ക് അച്ഛൻ എണീക്കുന്നു, ഫാക്ടറിയിലേക്ക് പോകുന്നു, കുറച്ച് നേരം പണി ചെയ്ത് 8 മണിക്ക് തിരിച്ചു വരുന്നു, കുളിക്കുന്നു, കഴിക്കുന്നു, തിരിച്ചു പോകുന്നു, 11 മണിക്ക് തിരിച്ചു വരുന്നു, ഒരു കട്ടൻ ചായ കുടിക്കുന്നു, തിരിച്ചു പോകുന്നു, 1:30 വരുന്നു, കഴിക്കുന്നു, തിരിച്ചു പോകുന്നു, 6 മണിക്ക് വരുന്നു, മേല് കഴുകുന്നു. ദൂരദർശനം എന്നുള്ള സമയമാണല്ലോ, നമുക്ക് കേബിൾ TV ഇല്ല വീട്ടിൽ. 7 മണിക്ക് വാർത്ത, 7:15 തിരനോട്ടോ പ്രതികരണമോ എന്തെങ്കിലും കാണും, അത് 7:30 വരെ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അച്ഛൻ ഈ റബ്ബർ ബാൻഡിൽ മുറിയാത്ത റബ്ബർ ബാൻഡ് ഈ സൈഡിൽ തറയിലോട്ട് ഇങ്ങനെ പറിച്ചിടും. എന്നുവെച്ചാൽ ഈ റബ്ബർ ബാൻഡ് കട്ടിങ് മെഷീനിൽ ചെയ്യുമ്പം ഫുള്ള് മുറിയത്തില്ല ചിലത്. അപ്പോൾ അത് അച്ഛൻ എടുത്തുകൊണ്ട് വന്ന് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പറിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ആ അരമണിക്കൂർ പോലും. എന്നിട്ട് അച്ഛൻ വീണ്ടും ജോലിക്ക് പോകും. എന്നിട്ട് 8:30 വരും, കഴിക്കും, പിന്നെയും ജോലിക്ക് പോയി ഒരു 12 മണി വരെ ജോലി ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോകും. എന്നിട്ട് പിന്നെ റിൻസ് ആൻഡ് റിപ്പീറ്റ് 6 മണിക്ക് പിന്നെ എണീക്കും. ഇതെൻ്റെ ഭയങ്കര ആക്റ്റീവ് മെമ്മറിയിൽ നമ്മുടെ എന്താ ഈ സർട്ടിഫൈഡ് പോലെ അകത്തുള്ള ഒരു സാധനം. ഇതിൽ നിന്നായിരിക്കാം എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ ഈ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്കിൽസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഞാൻ ആരാണ് എന്നുള്ള നമ്മുടെ അകത്ത് വരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഇത് അച്ഛനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. ഞാൻ കമ്പനി തുടങ്ങി ഒരു വർഷം കഴിഞ്ഞ് ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ എന്നോട് ഇത് ചോദിച്ചു, അച്ഛൻ ഓൺട്രപ്രനർ ആയിരുന്നോ എന്നോ മറ്റോ ചോദിച്ചു. അപ്പോഴാണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ എൻ്റെ അച്ഛനൊരു ഓൺട്രപ്രനർ ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി ആ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ നിന്നാണ് കിട്ടിയത്. പക്ഷേ ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ ഒന്നും പഠിച്ചിട്ടില്ല, അച്ഛൻ അങ്ങോട്ട് അടുപ്പിച്ചിട്ടേ ഇല്ല. കാരണം വളരെ മാനുവലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വളരെ തിൻ മാർജിനുള്ള ഒരു ബിസിനസ് ആയിരുന്നു. ഇപ്പോഴും റണ്ണിങ് ആണോ? അല്ല, അച്ഛൻ അത് 1990 മുതൽ 2014 2015 വരെ ഓടിച്ചു. എന്നിട്ട് ക്രമേണ വൈൻഡ് ഡൗൺ ചെയ്തു. ഞാൻ 2010 ഗ്രാജുവേറ്റ് ചെയ്തു എഞ്ചിനീയറിംഗ്. എൻ്റെ ചേട്ടൻ 2007 ഗ്രാജുവേറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് കയറി. ചേട്ടൻ US-ലെത്തി, ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനി ഓടിച്ച് ഇൻഫോസിസിൽ നിന്ന് ഇറങ്ങി പ്രൊഫൗണ്ടിസ് തുടങ്ങി, ഓടിച്ചും അനക്കമൊക്കെ വെച്ച് തുടങ്ങി ബിസിനസ്സിന്. അപ്പോൾ അച്ഛൻ പതുക്കെ അത് വൈൻഡ് ഡൗൺ ചെയ്തു. 2015 അത് വൈൻഡ് ഡൗൺ ആയി. അതാണ് എൻ്റെ. അപ്പോൾ ആ 2015 ആയപ്പോഴേക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായി മാറിയിട്ടുണ്ടായിരുന്നു ഫാമിലി? എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും താങ്ക്ഫുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫൈനാൻഷ്യലായിട്ട് നമ്മുടെ മുകളിൽ ഒരു ലോണോ അതുപോലത്തെ സാധനം ഒന്നും വെച്ചിട്ടില്ല, ഒന്നുമില്ലായിരുന്നു. അവരുടെ കാര്യം അവർ തന്നെ ഹാൻഡിൽ ചെയ്തു. അവരായിട്ട് ഈ ഉറുമ്പ് അരിമണി വെറുക്കുക എന്ന് പറയുന്ന പോലെ പെറുക്കി ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് കാത്തു വെച്ച അച്ഛനും, നമ്മുടെ ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് അച്ഛനമ്മമാരുണ്ടല്ലോ. ഒരു ഉഴുന്നുവട ബാങ്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പാത്രത്തിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് വന്നിട്ട് 2ആയിട്ട് മുറിച്ച് ചേട്ടന് പകുതി എനിക്ക് പകുതി തരുന്ന അമ്മ, കിട്ടുന്ന കാശെല്ലാം ബാങ്കിൽ കൊണ്ടിടുന്ന അച്ഛനും അമ്മയും. അതാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഫ്രീ ആയിരുന്നു. അതുകൊണ്ടാണ് ഇൻഫോസിസിൽ നിന്ന് 36,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ശമ്പളമൊന്നും ഇല്ലാത്ത സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. ചേട്ടൻ അപ്പോഴത്തേക്ക് US-ലെത്തി. കണ്ടമാനം കാശൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും US-ൽ ഹി വാസ് വെൽ, ഒരു പ്രശ്നവുമില്ല പുള്ളിക്ക്. ടെക്കിയാണോ? ചേട്ടനും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ചേട്ടൻ അവിടെ ഇപ്പം JP Morgan Chase എന്ന് പറഞ്ഞ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആണ്. ചേട്ടനും സ്റ്റാർട്ടപ്പ് പ്ലാനുകളൊന്നും വന്നില്ല? ഇല്ല, ചേട്ടന് ഞാനും വളരെ പോളാർ ഓപ്പോസിറ്റ് ആണ്. ചേട്ടൻ കുറച്ചുകൂടെ സേഫ്റ്റി ആഗ്രഹിക്കുന്ന, കുറച്ചുകൂടെ സെർട്ടനിറ്റി ആഗ്രഹിക്കുന്ന. എന്നെ പോലെ ചേട്ടന് നല്ല ഹൈറ്റ് ഉണ്ട്, കാണാൻ വളരെ ഹാൻസം ആണ്, വളരെ ഞങ്ങളുടെ സ്വഭാവം ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ചേട്ടൻ്റെ അതിൽ വളരെ സെക്യൂർ ആണ്, ഹീസ് ഫൈൻ. എനിക്കെന്തോ ഈ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്യണം സ്വയം എന്നുള്ള ഒരു ആഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് അകത്ത് വന്ന് അതൊരു കമ്പനിയാണെന്ന് മനസ്സിലായിട്ടില്ല എന്നൊന്നും. സ്റ്റാർട്ടപ്പ് എന്താണെന്ന് പോലും അറിയാതെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് തുടങ്ങിയ സമയം അങ്ങനെയാണ്. പക്ഷെ അപ്പോൾ നമുക്ക് കാശ് വീട്ടിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇൻഫോസിസിലെ 36,000 രൂപയിൽ നിന്ന് 4,000 രൂപ പെർ മന്തിലേക്ക് വന്നപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. 23-ാം വയസ്സിലാണ് ഞാൻ തുടങ്ങുന്നത്. നമ്മൾ ഓടിയായിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ. അപ്പോൾ ഈ പ്രൊഫൗണ്ടിസ് തുടങ്ങുമ്പോൾ ശരിക്ക് ഏകദേശം കുറേ പ്രൊഡക്റ്റുകളും ബിൽഡ് ചെയ്ത് നോക്കിയല്ലോ ആ സമയത്ത്? 4 മെയിൻ പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് പൊട്ടി. 5ാമത്തെ പ്രോഡക്റ്റാണ് സക്സീഡ് ചെയ്തത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ബാക്കപ്പ് ഫണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു?
ഇല്ല. പ്രൊഫൗണ്ടസ് അന്ന് ഫണ്ടിങ് എന്നൊരു സാധനം ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ശ്രമിച്ചിട്ട് പോലുമില്ല. അന്ന് ഈ കേരള സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം വളരെ ഏർലി ആണല്ലോ ആ സമയത്ത്. അന്ന് ഈ കണ്ടമാന ഇവൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ തുടങ്ങിയ രണ്ടാമത്തെ വർഷമോ മൂന്നാമത്തെ വർഷമായിരിക്കും എമർജിങ് കേരള എന്ന് പറഞ്ഞൊരു ഇത് വന്നത് തന്നെ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊരു സാധനം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ചെയ്തത് ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ടർക്കിയിൽ നിന്നായിരുന്നു, ഒരെണ്ണം മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു, ഒരെണ്ണം വോഡഫോൺ ആയിരുന്നു. അവിടുന്ന് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ എടുത്ത് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടാക്കി എല്ലാ 6 മാസവും ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കും. അത് പൊട്ടുമെന്ന് വെച്ചാൽ ഓടത്തില്ല. അപ്പോൾ ഈ വർക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അത് ദൈവം അനുഗ്രഹിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഏതൊക്കെ പ്രൈസിൽ ഏത് ലെവലിലുള്ള കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ അങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള ഇത് ലെവലൊന്നും അല്ലായിരുന്നു. വോഡഫോണിന്റെ ഏതാണ്ട് ഒരു 28 ലക്ഷം രൂപയുടെ മറ്റൊരു പ്രോജക്റ്റ് ആയിരുന്നു. 28 ലക്ഷം വലിയ നമ്പർ അല്ലേ? സമയത്ത് 28 ലക്ഷം വലിയ നമ്പർ. പക്ഷെ അത് അത്രയൊന്നും വലിയ മാർജിൻ ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു 40-50% നമുക്ക് ചിലവുണ്ടായിരുന്നായിരിക്കാം. ഒരു 14 ലക്ഷം വല്ലതും ആയിരിക്കാം നമുക്ക് കിട്ടിയത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ നമ്മുടെ ചിലവുകളും വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി തുടങ്ങി ആദ്യം 4500 രൂപയായിരുന്നു സാലറി. നമ്മളൊരു 30,000 രൂപ വീതം 4 പേര് ചേർന്ന് അങ്ങോട്ട് ഇട്ടു. 1,20,000 മൂലധനം. അതിൻ്റെ അകത്തുനിന്ന് തിരിച്ച് നമ്മൾ തന്നെ സാലറി എടുക്കുക. 4 പേരാണ് കോഫൗണ്ടേഴ്സ്. ബാക്കി 3 പേര് എൻ്റെ കോളേജിലെ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ ബാച്ച്മേറ്റ്സ് ആണ്. 2 പേര് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും 2 പേര് ഇലക്ട്രോണിക്സിൽ നിന്നും. ഞാനും നിതിനും ഇലക്ട്രോണിക്സിൽ നിന്നും. ATM എന്ന് ഞങ്ങൾ വിളിക്കുന്ന അനൂപ് തോമസ് മാത്യു, ജോഫിനും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും. അങ്ങനെയാണ് ഞങ്ങളുടെ 4 പേര് വന്നത്. അതിൽ ഈ 4500 വെച്ച് ഒരു ഇതെടുത്തിട്ട് നമ്മുടെ കളമശ്ശേരിയിലൊരു വീടൊക്കെ എടുത്ത് ആണ് നമ്മൾ തുടങ്ങുന്നത്. 4500 വെച്ച് ഒരു രീതിയിൽ ഓടുന്നില്ല, വണ്ടി ഓടുന്നില്ല, ഫുഡ് കഴിക്കാൻ പോലും കാശ് കിട്ടുന്നില്ല എന്നായപ്പോൾ നമ്മൾ 12,000 കൂട്ടി മാസം. അത് കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു 9 മാസം 8 മാസം കഴിഞ്ഞപ്പോൾ കൂട്ടി. പിന്നെയുള്ള 2.5 വർഷം അതായിരുന്നു നമ്മുടെ സാലറി. അപ്പോൾ അതിന് വലിയ സാലറി ഇല്ലല്ലോ, ഇത്ര മതിയല്ലോ. അപ്പോൾ ഹോൾ കമ്പനി ഏതാണ്ട് 7 പേരോ 8 പേരോ ഉള്ളൂ. വേണമെന്ന് പറയുന്ന ഒരു 1.5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ഏതാണ്ടേ ഉള്ളൂ. അപ്പോൾ 14 ലക്ഷം സ്റ്റിൽ 7 മാസം അല്ലെങ്കിൽ 8 മാസത്തെ റൺവേ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സർവീസ് പ്രോജക്റ്റ് കിട്ടും. സ്റ്റാർട്ടപ്പ് ചില എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോഴും റണ്ണിങ് ആണ്. സ്റ്റാർട്ടപ്പ് ചില എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് സെലക്ഷൻ കിട്ടിയാൽ $40,000 ചിലിയൻ ഗവൺമെന്റ് നമുക്ക് തരും ഫ്രീ ആയിട്ട്, എക്വിറ്റി ഒന്നും ഇല്ലാതെ. ഒരാൾ ചിലയിൽ പോയി കിടന്നാൽ മതി. അത് ആ ആൾ ഞാനായിരുന്നു. എൻ്റെ 25-ാം വയസ്സിലെ എൻ്റെ 7 മാസം ഞാൻ ചിലയിൽ ഒരു മുറിയിൽ അടച്ചിരുന്നു. അവിടെ സ്റ്റേ ആണെന്നുള്ളതാണ്. അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഇല്ലേ? അപ്പോൾ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. കാരണം വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. വെളിയിൽ ഇറങ്ങാൻ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അപ്പം നമ്മൾ ഈ കാശ് മുഴുവൻ സേവ് ചെയ്ത് എങ്ങനെയും നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു 6-7 മാസം ഞാനൊരു $5,500 അല്ലെങ്കിൽ $6,000 ടോട്ടൽ ചിലവാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ ഇന്ത്യയിലേക്ക് അയച്ചു. ഏതാണ്ട് ഒരു 30. ഇത് സെലക്ഷൻ കിട്ടാനുള്ള കാര്യം എന്താ? പ്രൊഫൗണ്ടേഴ്സിന്റെ വെച്ച് അപ്ലൈ ചെയ്തതാണ്. വൈബ് ഉണ്ടായിരുന്നപ്പോൾ അതോ? വൈബ് ഇല്ലായിരുന്നു. വൈബിന് തൊട്ട് മുമ്പിലത്തെ പ്രോഡക്റ്റ് വെച്ചാണ് അപ്ലൈ ചെയ്തത്. കിട്ടി. അത് അതിന്റെ സ്റ്റോറി കിടലായിരുന്നു. ഇപ്പം ഞാൻ സ്റ്റോറി പറഞ്ഞാലും ആൾക്കാർ അത് നല്ലതാണല്ലോ എന്ന് പറയും, പക്ഷെ ഓടത്തില്ല. വേറെ 1-2 കമ്പനി നമ്മൾ ചെയ്ത സാധനം അമേരിക്കയിൽ 1-2 കമ്പനി ചെയ്തു. അവർ 3-3.5 വർഷം എടുത്ത് കമ്പനി പൂട്ടി. 6 മാസം കൊണ്ട് കമ്പനി ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ IEEE വഴിയാണോ, ആ ഒരു കമ്മ്യൂണിറ്റി വഴി ഇങ്ങനെ വന്നതാണ്, നോളജ് ആണോ, എന്നാണ് അത് കിട്ടുന്നത് കയ്യിൽ? അല്ല, IEEEക്ക് അങ്ങനെ IEEE ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു. ഓക്കെ, ആളുകളോട് അങ്ങോട്ട് കയറി മിണ്ടാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നമുക്കൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ തലയിൽ തോന്നുന്ന ഒരു ഐഡിയ ഡ്രൈവ് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കിട്ടി. അതൊക്കെയാണ് IEEEയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ. കുറച്ച് ട്രാവൽ ചെയ്തു. IEEEയുടെ ബോർഡ് മീറ്റിങ്ങും ഇവന്റുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ആണ്. ഓരോ ട്രാവലും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ US ട്രാവലിൽ ഞാൻ ചെയ്യുന്നത് അവിടെ പോയി ഇവന്റ് സെഷനോ മീറ്റിങ്ങോ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 4 ദിവസം കൂടെ അഡീഷണൽ എടുത്ത് നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോയിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്തിട്ട് തിരിച്ചു വരും. അത് കമ്പനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതൊക്കെയാണ് IEEയിൽ നിന്ന് കിട്ടിയ വാല്യൂ. ഈ പ്രോഡക്റ്റിന് ഒരു വലിയ കാര്യം കൂടെ IEEയിൽ നിന്ന് കിട്ടി. ഈ IEEE നമ്മളൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്തു നോക്കാം. ഒരു 100 പേരുടെ ഇവന്റ് ഓർഗനൈസ് ചെയ്തു. ഇവന്റ് വളരെ സക്സസ്ഫുൾ, 100 പേരും വളരെ ഹാപ്പി ആയിട്ട്. എന്നിട്ട് ഞാനിരുന്ന് ഇങ്ങനെ ഇവൻ്റൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വരുമ്പോൾ കേരളത്തിൽ തന്നെ അന്ന് ഏതാണ്ട് 1.5 ലക്ഷമോ 2 ലക്ഷമോ ആൾക്കാർ ഏതാണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വർഷം, സംതിങ് ലൈക്ക് ദാറ്റ്, സം നമ്പർ. ഇന്ത്യ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ നമ്പർ ഭയങ്കരമാണ്. അപ്പോൾ ഈ IEEE നമ്മൾ തമിഴ്നാട് കാണുന്നുണ്ട് ആസ് ആൻ എക്സാമ്പിൾ, റൈറ്റ്? ഇവിടെ ഏതാണ്ട് 134 എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്ടാന്ന് തോന്നുന്നു. അന്ന് തമിഴ്നാട്ടിൽ ഏതാണ്ട് 734 കോളേജോ മറ്റോ ഉണ്ട് അന്ന് തന്നെ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഈ 100 പേരെ ഞാൻ ട്രെയിൻ ചെയ്തിട്ട് എങ്ങും
എങ്ങും എത്തുന്നില്ലല്ലോ ഈ സാധനം. അപ്പോൾ നമ്മൾ ഈ സർവീസസ് ആയിട്ട് ചെയ്യുമ്പോഴേ, അതായത് ഇപ്പോൾ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് സ്കെയിൽ ചെയ്യാൻ പാടാന്നൊരു തോന്നൽ മനസ്സിൽ വന്നു. അപ്പോഴാണ് ഈ പ്രോഡക്റ്റുകൾക്ക് സ്കെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണെന്നുള്ളത്. അതായത് ഞാൻ താങ്കളെ ഒരു പ്രോഡക്റ്റ് വെച്ച് സെർവ് ചെയ്യുന്നതും 1000 പേരെ കൂടുതൽ സെർവ് ചെയ്യുന്നതും തമ്മിൽ എൻ്റെ അഡീഷണൽ എഫേർട്ട് വളരെ കുറവല്ലേ പ്രോഡക്റ്റ് ആണെങ്കിൽ. അങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം. ആ സ്കെയില് ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ഒരു സാധനം എന്ന് വെച്ചാൽ, അന്നത്തെ ഞാൻ വർഷം മറന്നുപോയി, പക്ഷേ ഇന്ത്യയുടെ 400 മില്യണും 500 മില്യൺ ആളുകൾ യങ് എന്ന് നമ്മൾ വിളിക്കുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ഇന്ത്യ ആസ് എ കൺട്രി വളരെ യങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. ജപ്പാനിലെ ആവറേജ് ഏജും ഇന്ത്യയിലെ ആവറേജ് ഏജും എടുത്താൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 400-500 മില്യൺ ഹൈലി പ്രൊഡക്റ്റീവ് ഏജിൽ നിൽക്കുന്ന ഒരു കൺട്രി, ആ കൺട്രിക്ക് സൂപ്പർ പവർ ആവണമെങ്കിൽ ഇത്രയും ആളുകളും പ്രൊഡക്റ്റീവ് ആയാൽ ഓട്ടോമാറ്റിക്കലി സൂപ്പർ പവർ ആവും, വേറൊന്നും ചെയ്യണ്ട. അപ്പം ഇത്രയും പേരെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യാം. അപ്പോൾ ഈ സ്കെയിൽ എന്ന് പറയുന്നത് തലയിൽ കയറിയത് IEEE വഴിയാണ്. സ്കെയിൽ ചെയ്യണേ പ്രോഡക്റ്റ് വേണമെന്ന് കണക്ട് ചെയ്തു എവിടെ വെച്ചോ. കാരണം സർവീസസിൽ കൂടെ സ്കെയിൽ ആവത്തില്ല എന്നൊരു തോന്നല്. എന്ന് വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ലെവല് ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഓൺടർപ്രനേഴ്സിന്റെ ഡ്രീംസ് ആണല്ലോ, ആഗ്രഹങ്ങളാണ്. അങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഇത് വന്നത്. അല്ലാതെ വേറെ പ്രോഡക്റ്റുകൾ കണ്ടിട്ടോ പ്രോഡക്റ്റ് എന്താണെന്ന് ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞിട്ടോ ഒന്നുമല്ല. സ്കെയിൽ എന്നൊരു വാക്കിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. സ്കെയില് മനസ്സിലാവുക എന്നുള്ളതൊരു ശരിക്കൊരു എനിക്ക് തോന്നുന്നൊരു ട്രാൻസിഷൻ തന്നെയാണ് അല്ലേ എല്ലാ ഫൗണ്ടേഴ്സും. എനിക്കൊക്കെ മനസ്സിലായൊരു സമയം ഉണ്ടായത്, അതുവരെ നമ്മൾ വിചാരിക്കണം എല്ലാം ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ സ്റ്റാർട്ടപ്പാണ് അല്ലെങ്കിൽ ആ ഒരു മൂഡിലാണ് കാണുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ സ്കെയിലബിലിറ്റി തന്നെയാണ് ഫസ്റ്റ് ഫാക്ടർ. സ്റ്റാർട്ടപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പ്രോബ്ലവും ഒരു സൊല്യൂഷനും അതിൻ്റെ ഇമ്പാക്റ്റും എന്നാണ്. ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പിന് ഞാൻ നോക്കുമ്പോൾ 3 എലമെന്റ്സ് ആണുള്ളത്. ഒന്ന്, ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഉള്ള ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവർക്ക് ഈ പ്രോബ്ലം ഭയങ്കര പ്രസ്സിംഗ് പ്രോബ്ലമാണ്. നിങ്ങളുടെ ഒരു ടീമുണ്ട്. അപ്പം നിങ്ങളുടെ ടീമിന് ഈ പ്രോബ്ലത്തെ ഈ കസ്റ്റമേഴ്സിന് വേണ്ടി സോൾവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ 3 എലമെന്റിനെ കണക്ട് ചെയ്താൽ ഒരു സ്റ്റാർട്ടപ്പ് കിട്ടും. അവിടെ സ്കെയിലബിലിറ്റി മാത്രമാണെന്ന് മസ്റ്റാണ് അല്ല. അപ്പൊ ഇത് സ്റ്റാർട്ടപ്പ് ആയല്ലോ. നൗ ഈ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ഇത് ആകെ 100 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കും ആദ്യം. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്ന നിങ്ങളുടെ കമ്പനി ഡെലിവർ ചെയ്യുന്ന ഇമ്പാക്ട് വളരെ ലിമിറ്റഡ് ആണ്. അതേ സമയത്ത് നിങ്ങളുടെ കമ്പനിയുടെ ഇമ്പാക്ട് വളരെ ഹൈ ആവണമെങ്കിൽ സ്കെയിൽ ചെയ്യണം. അപ്പം ഇതാണ് ശരി. അതായത് സ്കെയിൽ ചെയ്യാത്ത സ്റ്റാർട്ടപ്പുകൾ തെറ്റും, സ്കെയിൽ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ ശരിയെന്നോ, അല്ലെ സർവീസസ് തെറ്റും പ്രോഡക്റ്റ് ശരിയെന്നോ എന്നൊന്നുമില്ല. ഇത് ഫൗണ്ടറിൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഇമ്പാക്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ആളുകളിൽ ഞാൻ കമ്പനി തുടങ്ങുന്നതിൻ്റെ ഒരു റീസണാണ് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ അത് വലുതാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ ചിലർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിലായിട്ട് ഒരു ബിസിനസ് കീപ്പ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. അവർക്ക് ലൈഫ് സ്റ്റൈൽ ബിസിനസ് കീപ്പ് ചെയ്യാം, സർവീസസ് ആക്കാം, അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ഒരു പ്രശ്നമില്ല അതിന്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന കമ്പനികൾ വലുതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ബിക്കോസ് ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഈ നമ്മളിപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഫൗണ്ടറിൻ്റെ ഡ്രീംസിൻ്റെ എക്സ്റ്റൻഷനാണ്. നമ്മൾ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോഴും നമ്മുടെ കമ്പനി. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ആ മൊമെൻറ്റിൽ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടത്തെ എൻ്റെ ആഗ്രഹമല്ല ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം, റൈറ്റ്? അത് വലുതായി. സോ അപ്പോൾ ഇത് ശരി അത് തെറ്റെന്നും ഇത് സ്റ്റാർട്ടപ്പ് അല്ലെന്നും ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന കമ്പനി. അത്രേ ഉള്ളൂ. ഓക്കെ, നല്ലൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതായത് അതിൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യണ കാര്യത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണോ അതോ കൂടുതൽ ഫണ്ട് റൈസിങ് പെട്ടെന്നിലോട്ട് എത്തുക? താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ താങ്കളത് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. എന്ന് വെച്ചാൽ കമ്പനി തുടങ്ങുന്നവർ ആദ്യം ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചും എക്സിറ്റിനെ കുറിച്ചും ഒക്കെയാണ് ആലോചിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ് സത്യം. ആലോചിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പ്രോബ്ലം, കസ്റ്റമർ, നിങ്ങളുടെ ടീം, ഇത് 3 ആയിരിക്കണം ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ എങ്ങനെയെങ്കിലും വേണം. അപ്പോൾ അത് ഒരു ഐഡിയയും ഇല്ലാതെ ഇറങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഫണ്ട് റേസിംഗ് എന്ന് പറയുന്നത് ഒരു എൻഡ് ഗോൾ അല്ല, അതൊരു മീൻസ് ടു ആൻ എൻഡാണ്. നമുക്ക് ഡെലിവറി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ടീമിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഫണ്ടിങ് വേണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു നല്ല പ്രോബ്ലം എടുത്ത് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഫണ്ടിങ് ഓട്ടോമാറ്റിക്കലി വരും. അല്ലാതെ
എന്നാൽ ഈ ഫണ്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ടോ അല്ലെ എക്സിറ്റ് അതുപോലെ തന്നെയാണ് എക്സിറ്റും. ഞാൻ എക്സിറ്റ് ചെയ്ത 2 കമ്പനിയും എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതല്ല, അല്ലെ അതിനുവേണ്ടി നോക്കിയതുമല്ല, എക്സിറ്റ് വന്നതാണ്. നമ്മൾ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ നമ്മുടെ ഭഗവത്ഗീതയെ പറയുന്ന ഒരു സാധനമുണ്ട്, എനിക്ക് വളരെ ക്ലോസ് ആണത്. അതിൻ്റെ സാൻസ്ക്രിറ്റ് പോകുന്നത് കർമ്മണ്യേവാധികാരസ്തേ മാഫലേഷു തഥാഞ്ചന എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആകെ കൺട്രോൾ ഉള്ളത് നമ്മുടെ ആക്ടിവിറ്റിയിലാണ്. അപ്പുറത്ത് കിട്ടുന്ന ഔട്ട്കമ്മിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള പെർമിഷൻ പോലും ഇല്ല എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കൺട്രോളും ഇല്ല. മാർക്ക് മേടിക്കണം, മാർക്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല, സ്റ്റഡീസിലാണ് കൺട്രോൾ ഉള്ളത്. ഈ ഫണ്ട് റേസിങ്ങും എക്സിറ്റും ഒക്കെ ഏതാണ്ട് അതുപോലെയാണ്. ഫണ്ട് റേസിങ് നിങ്ങൾക്ക് വലിയ കൺട്രോളൊന്നുമില്ല, പക്ഷേ ആ ബിസിനസ്സിലും നിങ്ങളുടെ ആക്ടിവിറ്റിയിലും നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ട്. അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഫണ്ട് റേസിങ് തന്നെ വരും, നന്നായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യുന്ന എക്സിറ്റ് തന്നെ വരും. ഇതിനെക്കുറിച്ചൊക്കെ മൈൻഡ്ഫുൾ ആവാം, മാർക്ക് വേണം എന്നുള്ളതിനെക്കുറിച്ച് മൈൻഡ്ഫുൾ ആവാം, എന്നിട്ട് പഠിക്കാം. അതുപോലെ ഫണ്ട് റേസ് ചെയ്യണം എന്ന് മൈൻഡ്ഫുൾ ആവാം, പക്ഷെ അതല്ല ഫോക്കസ് ബിസിനസ്സിലാണ്. ശരിക്കും കൂടുതലും സാസ് പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ അവരതോ ആ രീതിയിലാണോ? കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള എപ്പോഴും ഫണ്ട് റേസിങ് ഈ ഒരു ചിന്തയാണ് കൂടുതലായിട്ട് വരുന്നത്. പ്രോഫിറ്റ് തന്നെ നമ്മൾ ഇനീഷ്യലേ പ്രോഫിറ്റ് കണ്ടുപിടിക്കണോ അതോ ഒരു സമയമാകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് കണ്ടാൽ മതി? എങ്ങനെയാണ് അതിൻ്റെ ഒരു അത് ഫൗണ്ടറിന് എങ്ങനെയാണ് കംഫർട്ട് ലെവൽ എന്നുള്ളതും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഊബർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഊബർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു മാർക്കറ്റ് പ്ലേസ് മോഡലാണ്. എനിക്ക് ഡ്രൈവർ ഉണ്ടെങ്കിലേ പാസഞ്ചർ ഉള്ളൂ, പാസഞ്ചർ ഉണ്ടെങ്കിലേ ഡ്രൈവർ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യണം. അതിനെ ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത്. ഏത് മാർക്കറ്റ് പ്ലേസിനും ആ പ്രോബ്ലം ഉണ്ട്. താങ്കളും ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റ് പ്ലേസ് ആണ് ഓടിക്കുന്നത്. അറ്റ് സം ലെവൽ താങ്കൾക്ക് മനസ്സിൽ റിവ്യൂവർ വേണം താങ്കളുടെ ബിസിനസ്സിൽ, റൈറ്റ്? അപ്പോൾ ഊബർ ഭയങ്കര മാർക്കറ്റ് പ്ലേസ് ഹെവി മോഡലാണ്. അപ്പോൾ അതുപോലൊരു മോഡല് അല്ലെങ്കിൽ ഒരു Airbnb അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വേണം. സ്കെയിൽ ആകുമ്പോൾ മാത്രമേ അത് ബ്രേക്ക് ഈവൻ ആവത്തുള്ളൂ. അല്ലാതെ ഒരു കാറിനെ എടുത്ത് ആ കാറിനെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആക്കിയിട്ട് അടുത്ത കാറിലേക്ക് പോകാമെന്ന് ഊബറിന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചില ബിസിനസ്സുകളുണ്ട്, അത് ക്യാഷ് ഹെവി ബിസിനസ്സുകളാണ്. ഈ സാസിലെ റൂൾ എന്ന് പറയുന്നത് ബ്രാഡ്ഫെൽഡ് എന്ന് പറയുന്ന ആള്, ഞാൻ ആദ്യം സെല് ചെയ്ത ഫുൾ കോൺടാക്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻവെസ്റ്റർ ആയിരുന്നു ബ്രാഡ്ഫെൽഡ്. നമ്മൾ ഈ VC എന്ന് പറയുന്ന നമ്മൾ വായിക്കുന്ന പല തിയറികളും എഴുതിയ ആൾ ഈ ബ്രാഡ്ഫെൽഡാണ്. ഒരു 2-3 നല്ല തിയറികൾ പുള്ളിയുടെ ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് തിയറി റൂൾ ഓഫ് 40 എന്ന് പറയും. റൂൾ ഓഫ് 40 എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് പ്ലസ് ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു 40. ഇതാണ് റൂൾ ഓഫ് 40. ഞാൻ പറയാം, ഒരു കമ്പനി 100% ഗ്രോ ചെയ്യുമെന്ന് വെച്ചാൽ, അതായത് ഈ വർഷം ഞാൻ 1 മില്യൺ ആയിരുന്നു, അടുത്ത വർഷം ഞാൻ 2 മില്യൺ ആയി, അടുത്ത വർഷം 4 മില്യൺ, അങ്ങനെ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ 100% ഗ്രോത്ത് ആണ്. അപ്പോൾ എനിക്ക് -60% പ്രോഫിറ്റബിലിറ്റി ആവാം, എന്ന് വെച്ചാൽ ബേണിംഗ് ആവാം. ഞാൻ പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ റൂൾ ഓഫ് 40-ലെത്തി. അതേസമയം ഞാൻ 20% ഗ്രോ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 10 മില്യണിൽ അടുത്ത വർഷം 12 മില്യൺ എത്തുന്നുള്ളെങ്കിൽ ഞാൻ 20% ഗ്രോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പ്രോഫിറ്റബിലിറ്റി അറ്റ്ലീസ്റ്റ് 20% വേണം. അതാണ് റൂൾ ഓഫ് 40. അപ്പോൾ ഈ സാസ് കമ്പനികൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനീഷ്യൽ ഒരു ഐഡിയൽ സാസ് കമ്പനിയുടെ ഗ്രോത്ത് പറയുന്നത് $1 മില്യൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റവന്യൂ 1 മില്യൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിൽ 2 പ്രാവശ്യം റവന്യൂ ട്രിപ്പിൾ ചെയ്യുകയും 3 പ്രാവശ്യം റവന്യൂ ഡബിൾ ചെയ്യുകയും ചെയ്യണം. 1 മില്യൺ to 3 മില്യൺ to 9 മില്യൺ to 18 മില്യൺ to 36 മില്യൺ to 72 മില്യൺ. സോ 1 മില്യൺ to 72 മില്യൺ ഇൻ 5 years. ഇത് ട്രിപ്പിളിങ് ആദ്യത്തെ 2 വർഷം ആവണമെന്നില്ല. TTDD ആവാം, DDTTD ആവാം, എങ്ങനെ വേണേലും ആവാം. പക്ഷേ 5 വർഷത്തിൽ ഇതിങ്ങനെ നടക്കണമെന്നാണ് ഐഡിയൽ കേസ്. ഡ്രോപ്പ് ബോക്സ്, സ്ലാക്ക് മുതലായ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള B2B സാസ് കമ്പനീസ് ഈ സ്പീഡിലാണ് പോയിട്ടുള്ളത്. ഇപ്പം ഇതിനേക്കാട്ടിലും സ്പീഡിൽ പോകുന്ന 1-2 കമ്പനികൾ വന്നിട്ടുണ്ട്. വിസ് എന്ന് പറഞ്ഞൊരു കമ്പനി 18 മാസത്തിൽ 100 മില്യൺ എത്തി. 18 മാസത്തിൽ 100 മില്യൺ എത്തി. ഞാൻ കണ്ടിട്ട് എന്താ ഇത് റൂൾസ് ഓഫ് കമ്പനി ബിൽഡിങ്ങിനെ ഡിഫൈ ചെയ്യുന്ന പോലത്തെ കമ്പനി. വേറൊരു കമ്പനി ഞാൻ കണ്ടു, ബോൾട്ട് എന്ന് പറഞ്ഞു. അതേതാണ്ട് 12 മാസത്തിൽ 100 മില്യൺ. ഇന്നലെ ഞാൻ വായിച്ചാൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ 12 മാസം കൊണ്ട് 0 to 100 മില്യൺ എത്തി. ഒരു ഇയർലി റവന്യൂ 1 മില്യണിൽ നിന്ന് 100 മില്യൺ എത്തി. ഒരു ARR ആ വർഷത്തെ ഫോർവേഡ് ലുക്കിംഗ് അടുത്ത 12 മാസം കൊണ്ട് അവർ 100 മില്യൺ റവന്യൂ അകത്ത് വരുമെന്ന്. അത്രയും സ്പീഡ് ഗ്രോ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 വർഷം കൊണ്ട് 72 മില്യൺ എത്തുന്നതിന് പകരം 1.5 വർഷം കൊണ്ട് 100 മില്യൺ എത്തുന്ന കമ്പനികൾ വരെ ഇപ്പം നമുക്കായി. എന്നാലും നമ്മൾ ഒരു എന്താ പറയുക, ഒരു ആവറേജ് പറയുന്നത് ഈ ഗ്രോത്ത് എങ്കിലും വേണം. ആവറേജ് അല്ല, ബെസ്റ്റ് ഇൻ ക്ലാസ് കമ്പനി എന്ന് വിളിക്കാം ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന കമ്പനീസ്. അപ്പോൾ ഇതായിരിക്കണം ഒരു കേരളത്തിൽ അങ്ങനെ സ്റ്റാർട്ടപ്പ് ഇല്ല.
ഇല്ല. ഇല്ല, കേരളത്തിൽ ഒരു കമ്പനി അത്ര എത്തിയിട്ടില്ലല്ലോ. ഇതൊരു ആസ്പിറേഷനാണ്. കേരളത്തിൽ ഓണസ്റ്റ്ലി ഇത് പല തവണയായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ TTDDD എന്ന് പറയുന്ന സാധനം. അങ്ങനൊരു സാധനം ഉണ്ടെന്ന് മിക്കവർക്കും അറിയത്തില്ല. അതായത് ഇപ്പം നമുക്ക് എത്തണം എന്ന ആഗ്രഹമുള്ള ഒരു സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇതാണ് ആസ്പയർ ചെയ്യേണ്ടതെന്ന് എവിടെന്നെങ്കിലും പഠിക്കണമല്ലോ. ഞാനും ഇത് ആരുടെയോ കയ്യിൽ നിന്ന് പഠിച്ചതല്ല, അത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. ഏതോ ഒരാൾ എനിക്ക് ഇതുപോലെ ഏത് സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും ഇത് മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആസ്പിറേഷനലി ഇതാണ്. ആദ്യം ഞാൻ പറഞ്ഞത് റൂൾ ഓഫ് 40. അത് കുറച്ചുകൂടെ വലിയ കമ്പനി ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. കുറച്ചുകൂടെ ചെറിയ കമ്പനി ആകുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഡബിൾ ത്രൈസ് ആൻഡ് ട്രിപ്പിൾ ട്വൈസ്, TTDDD എന്ന് ഓർത്താൽ മതി. ട്രിപ്പിൾ ഡബിൾ ഡബിൾ ഡബിൾ. 1 മില്യൺ റവന്യൂ എത്തിക്കഴിഞ്ഞാൽ 3 മില്യൺ അടുത്ത 5 വർഷത്തിൽ 2 പ്രാവശ്യം റവന്യൂ ട്രിപ്പിൾ ചെയ്യണം, 3 പ്രാവശ്യം റവന്യൂ ഡബിൾ ചെയ്യണം. അങ്ങനെ 1 മില്യണിൽ നിന്ന് 72 മില്യൺ ഇൻ 5 years. ഇതായിരിക്കണം ആസ്പിറേഷണൽ ഗോള്. ഇതാണ് ഫൗണ്ടറിൻ്റെ ആസ്പിറേഷൻ എങ്കിൽ, ഇഫ് യു വാണ്ട് ബേസിക്കലി ആലോചിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു VCയുടെ നിന്ന് കാശ് എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇതാണ് VCക്ക് വേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ്. ഒരു ഫൗണ്ടറിന് ചിലപ്പം 10 മില്യൺ റവന്യൂവിൽ ആൾ ഹാപ്പി ആയിട്ട് ജീവിക്കാം. 10 മില്യൺ റവന്യൂ ലെറ്റ്സ് സേ 20% പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചാൽ 2 മില്യൺ പ്രോഫിറ്റബിൾ ആണെങ്കിൽ $2 million ഇസ് എ ലോട്ട് ഓഫ് മണി, റൈറ്റ്? എല്ലാ വർഷവും ക്യാഷ് ഫ്ലോ ആയിട്ട് 2 മില്യൺ പ്രോഫിറ്റബിലിറ്റി കിട്ടിയാൽ എനിക്ക് രാജാവിനെ പോലെ ജീവിക്കാം, റൈറ്റ്? അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ഏജൻസിയാണ് പുള്ളി ഓടിക്കുന്നത്. പുള്ളി സ്കെയിൽ ചെയ്യത്തില്ല. പുള്ളിക്ക് 6-8 പേരുണ്ട്, ആവശ്യത്തിന് കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. മാസം $10,000 മുതൽ $15,000 വരെ പ്രോഫിറ്റ് വരുന്നുണ്ട് കേരളത്തിൽ. 8 തൊട്ട് 15 ലക്ഷം രൂപ പ്രോഫിറ്റബിൾ ആയിട്ട് പുള്ളിയുടെ കൈ വരുന്നുണ്ട്. മന്ത്ലി. എന്തിനാ ഇത് പുള്ളി ചെയ്യുന്നത്? അതാണ് പുള്ളിയുടെ. അപ്പോൾ ഹീസ് യൂസിങ് ഹിസ് ടൈം ടു ഡു അതർ തിങ്സ്. അതെന്താ നല്ലതല്ലേ? ഈസ് എ ഫൗണ്ടർ, ആരുടെ അടുത്ത് ജോലി ചെയ്യുന്നില്ല. പുള്ളിക്ക് ട്രാവൽ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ട്രാവൽ ചെയ്യും, അവധി എടുക്കണമെന്ന് തോന്നുമ്പോൾ അവധി എടുക്കും. സന്തോഷ ജീവിതം. അപ്പോൾ ഇതാണ് ശരി, അതാണ് തെറ്റെന്നൊന്നുമില്ല. പക്ഷെ ഒരു VC ഇൻവെസ്റ്റഡ് കമ്പനിയാണ് ഈ രീതിയിലായിരിക്കണം ഗ്രോ ചെയ്യാൻ ആസ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. നമ്മളൊരു ഇപ്പോൾ ഒരു ഫണ്ടിങ്ങിന് ഒരു ഏർലി സ്റ്റേജാണ്, നമ്മളൊരു ബേസിക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ശരിക്കും നമ്മൾ ആരെയാണ് അപ്രോച്ച് ചെയ്യുക? അതായത് ഒരു VC ഫേമുകളെയാണോ അപ്രോച്ച് ചെയ്യേണ്ടത്, അതോ ഇൻഡിവിജ്വൽസിനെയാണോ? ബെറ്റർ ഏതാണ്? സോ ഈ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് പല ഒരു സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണല്ലോ, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലത്, പല സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ആദ്യത്തെ റൗണ്ട് പറയുന്നത്, നിങ്ങളൊരു കമ്പനി ഇന്നലെ തുടങ്ങി അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയെങ്കിൽ ഫസ്റ്റ് റൗണ്ടിനെ നിങ്ങൾക്ക് ഏറ്റവും പ്രോബബിലിറ്റി റേസ് ചെയ്യാൻ 3 Fs എന്നാണ് പറയുന്നത്. 3 F: ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ്. പക്ഷെ ഫൂൾസ് എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയുന്നതല്ല, ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അവർക്ക് ചിലപ്പോൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, പൂത്താകാശ് വെയിലത്തിട്ട് നടക്കുന്ന അങ്ങനത്തെ ആളുകളായിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് ഒരു 25 ലക്ഷം തന്നാലോ 10 ലക്ഷം തന്നാലോ ഒന്നും ആവില്ല. അങ്ങനത്തെ ആളുകളാവാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ വലിയ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല, എന്നാലും എനിക്കൊരു 5 ലക്ഷം നിങ്ങൾക്ക് തരാം. അങ്ങനത്തെ ആളുകൾ. അപ്പം ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസിൽ നിന്നാണ് ഫസ്റ്റ് റൗണ്ട് റേസിംഗ്. ലെറ്റ്സ് സേ ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അതൊരു നമ്മൾ പിച്ച് എടുക്കോ അല്ലെ അങ്ങനൊന്നും ഉണ്ടാക്കാനുള്ള ഇല്ല. നമ്മൾ ഇങ്ങനെ പറയും, അവര് അവിടെ വാല്യുവേഷനോ ഒന്നും വലിയ പ്രസക്തി ഇല്ല. നമ്മൾ സാധാരണ എന്താ ഒരു 25 ലക്ഷം മുതൽ ഒരു 1 കോടി രൂപ വരെ വല്ലതും ആയിരിക്കും ആ റൗണ്ട്. അല്ലെ 10 ലക്ഷം തൊട്ട് 1 കോടി എന്ന് വിചാരിച്ചു. ഞങ്ങൾ ആ എഫിലാണ് ഞങ്ങൾ ഫണ്ട് റൈസ് 30 lakhs. അതാണ് കറക്റ്റ്. ആ മൂന്നാമത്തെ എഫ് ആണ് ഞങ്ങൾക്ക് മതി, എങ്ങനെങ്കിലും മതി, അവസാനം വർക്ക്ഔട്ട് ആവുമ്പോ നിങ്ങളൊരു കൺവേർട്ടബിൾ ഡെറ്റ് മോഡലോ വല്ലതും ആയിരിക്കും, വാല്യുവേഷൻ ആയിരിക്കത്തില്ല ചെയ്യുന്നത്. അപ്പൊ ശരിക്കും വാല്യുവേഷൻ കൊടുത്തു. ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ലല്ലോ ഏത് കൊടുക്കണത്, ആകെ നാട്ടിൽ അറിയുന്ന കാര്യം വെച്ചല്ലേ നമ്മൾ കൊടുക്കുക. അത് അങ്ങനെ നിങ്ങൾക്കൊരു വാല്യുവേഷന്റെ മനസ്സിലുണ്ട്, അവർക്കും ആ വാല്യുവേഷൻ ഓക്കെ ആണെങ്കിൽ വാല്യുവേഷൻ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഐഡിയൽ ഒരു കൺവേർട്ടബിൾ ഡെറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു മോഡൽ ചെയ്യുക. അപ്പം വാല്യുവേഷനെ പറ്റിയുള്ള അടികൂടലില്ല. വാല്യുവേഷൻ ഈ കൺവേർട്ടബിൾ ഡെറ്റ് അല്ലെ സേഫ് എന്ന് നമ്മൾ US വിളിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഇന്ത്യയിൽ അത് സേഫ് ഇന്ത്യയിൽ ലീഗൽ അല്ല, കൺവേർട്ടബിൾ ഡെറ്റ് ലീഗലാണ്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലാണ് വാല്യുവേഷൻ ഡിഫൈൻഡ് ആവുന്നത്.
പക്ഷെ അങ്ങനെ നാട്ടിലെ സാധാരണ ഇൻവെസ്റ്റേഴ്സ് റെഡി ആവോ? ചെയ്യും. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങളിൽ ഇടുന്നവര് നിങ്ങളിലാണ് ഇടുന്നത് ആസ് എ ഫൗണ്ടർ. അല്ലാതെ അവർ ഈ കണ്ടമാനം ഡോക്യുമെന്റോ എഗ്രിമെന്റോ അവർക്ക് ഇതിനെ കുറിച്ച് വലിയ പിടിപോലും ഇല്ല. കൺവേർട്ടബിൾ ഡെറ്റ്, CCP, കമ്പൽസറിലി കൺവേർട്ടബിൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവും. പക്ഷെ അവർ കൂടുതലും പ്രിഫർ ചെയ്യണത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫണ്ട് ചെയ്തു, എനിക്ക് അതിൻ്റെ പ്രൂഫ് വേണം, എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഇക്വിറ്റി കിട്ടണം എന്നല്ല അവർ ആഗ്രഹിക്കുള്ളൂ. കൺവേർട്ടബിൾ നോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അതായത് രണ്ടും ഉണ്ടാവാം. അങ്ങനെ സമ്മതിക്കുന്നവരും ഉണ്ട്, സമ്മതിക്കാത്തവരും ഉണ്ട്. നിങ്ങളിലാണ് ട്രസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ സമ്മതിക്കും. പിന്നെ പലരും ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ആ കാശ് തിരിച്ചു കൊടുത്തില്ല എന്ന് വിചാരിക്കും, എന്തോ അവർ നിങ്ങളുടെ പുറകെ കേസിന് വരാൻ പോകണോ? അവർക്ക് വേറെ 1000 കാര്യങ്ങളുണ്ട് പലർക്കും. സോ അതാ പറഞ്ഞത്, ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനെ പോലിരിക്കും. കണ്ടമാനം കടുംപിടുത്തം പിടിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ നിന്ന് കാശ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വേറെ പണി വരാം. ഈ ഇൻവെസ്റ്ററിനെ ഒരിക്കൽ ക്യാപ് ടേബിൾ എന്ന് വെച്ചാൽ ക്യാപിറ്റലൈസേഷൻ ടേബിൾ, നമ്മുടെ കമ്പനിയുടെ ഇക്വിറ്റിയും പെർസെൻറ്റേജും ഒക്കെ ലിസ്റ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ പേരാണ് ക്യാപ് ടേബിൾ. ക്യാപ് ടേബിൾ കയറ്റി കഴിഞ്ഞാൽ ഇറക്കി വിടാൻ ഭയങ്കര പാടാണ് ഒരു ഇൻവെസ്റ്ററിന്. അതുകൊണ്ട് ആള് അത്യാവശ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ വളരെ കടുംപിടുത്തമാണെങ്കിൽ അങ്ങനെ ആൾക്കാരെ ക്യാപ് ടേബിളിൽ കയറ്റി ഇരുത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് 3Fൽ കഴിഞ്ഞല്ലോ, അതിനെ നിങ്ങൾ ഏഞ്ചൽ റൗണ്ട് എന്ന് വിളിച്ചോളൂ. കാരണം ഏഞ്ചൽസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് സീഡ് എന്ന് പറയുന്ന, അല്ലെ പ്രീ സീഡ് എന്ന് പറയുന്ന റൗണ്ടാണ്. പ്രീ സീഡ് റൗണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ ഒരു 150, അതായത് ഒരു 60 ലക്ഷം മുതൽ ഒരു 5 കോടി അല്ലെങ്കിൽ 6 കോടി വരെയൊക്കെയാണ് സീഡ് പ്രീ സീഡ് എന്ന് പറയുന്ന ഫണ്ട്. അത് ഏഞ്ചൽസിനിടാം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ ഈ 1 കോടി HNIs ആയിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് 1 കോടി 2 കോടിയൊക്കെ ഇടാം. അതല്ലെങ്കിൽ സീഡ് ഫണ്ടുകൾ ആയിട്ടുള്ള ഫണ്ടുകളുണ്ട്. അപ്പം ഇത് ഞാൻ ഈ സ്റ്റേജായിട്ട് പിരിച്ചു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോട് വേണം നിങ്ങൾ പോയി സംസാരിക്കാൻ. ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് ആയത്, എനിക്ക് റേസ് ചെയ്യേണ്ടത് $350,000 ആയിരുന്നു, 4 കോടി രൂപ. അതിന് ഞാൻ പോയി VCs, സീരീസ് A ഇൻവെസ്റ്റ് ചെയ്യുന്നവരോടും സീരീസ് B ഇൻവെസ്റ്റ് ചെയ്യുന്നവരോടും അവർ നമ്മളോട് വർത്താനം പറയും ഇഷ്ടം പോലെ. എന്നിട്ട് പറയും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഒരു 3-4 മാസം കഴിയുമ്പോൾ നമുക്ക് ഒന്ന് സംസാരിക്കാം. നമ്മൾ അയ്യോ, അപ്പം എനിക്ക് 10-65 പേര് നമ്മളോട് നോ പറഞ്ഞു എൻ്റെ ആദ്യത്തെ ഫണ്ട് റേസിൽ. കാരണം ഇത് കാരണം. അപ്പോൾ സെക്കൻഡ് സീഡ്, അതിന് എഗെയിൻ ഒരു തമ്പ് റൂളായിട്ട് പറയുകയാണ്. ഞാൻ ഈ പറയുന്ന പലതും ഇപ്പോൾ റൂൾ ഓഫ് 40 ഒരു തമ്പ് റൂളാണ്, TTDDD ഒരു തമ്പ് റൂളാണ്. അതുപോലൊരു തമ്പ് റൂൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഫണ്ടിൻ്റെ സ്വീറ്റ് സ്പോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഫണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് കാശ് ചോദിച്ചാൽ അവരിടുന്ന സ്വീറ്റ് സ്പോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കവാറും ആ ഫണ്ടിൻ്റെ 2% 100 കോടിയുള്ള ഒരു ഫണ്ട് യൂഷ്വലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇടുന്നത് 2 കോടിയായിരിക്കും. ആ 2 എന്നുള്ളത് 1 കോടിയായിട്ട് കുറയാം, 4 കോടി വരെ കൂടാം. പക്ഷേ നിങ്ങൾ പോയിട്ടൊരു 400 കോടിയുള്ള ഒരു ഫണ്ടിനോട് ഒരു 50 ലക്ഷം രൂപ തരുമോയെന്ന് ചോദിച്ചാൽ അവരിടത്തില്ല. കാരണം അവരുടെ മാത്ത് വർക്ക് ചെയ്യത്തില്ല. അവർക്കൊരു മാത്ത് ഉണ്ട്, അത് ഒരു ഡീറ്റെയിൽഡ് മാത്താണ്. അത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ 2% വീതം അവരിടണം, അല്ല അതിൽ കൂടുതലോ അവരിടണം. അപ്പോൾ നിങ്ങൾക്ക് റേസ് ചെയ്യേണ്ടത് എത്രയാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം ആദ്യം. 2 കോടിയാണ് നിങ്ങൾക്ക് റേസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ലീഡ് ഇൻവെസ്റ്ററാണ് ആദ്യം. ആ ലീഡ് ഇൻവെസ്റ്റർ എത്ര, ആ റൗണ്ടിൻ്റെ പകുതിയെങ്കിലും ഇടണമെന്ന് വിചാരിക്കണം. അപ്പോൾ 1 കോടിയെങ്കിലും ഇടണം. അപ്പോൾ 1 കോടി ഇടാൻ കെൽപ്പുള്ള HNIസോ കെൽപ്പുള്ള സീഡ് ഫണ്ടോ ആയിരിക്കണം. എന്ന് വെച്ചാൽ 50 കോടിയെങ്കിലും അല്ലെങ്കിൽ ഒരു 40 കോടിയെങ്കിലും വലിപ്പമുള്ള ഫണ്ട് അടുത്ത് വേണം നിങ്ങൾ പോയി ചോദിക്കാൻ ഈ 1 കോടി രൂപ. 100 കോടിക്ക് മുകളിൽ പോയിട്ട് കാര്യമില്ല. 100 കോടിക്ക് മുകളിൽ പോയി ഇത് മനസ്സിലാക്കലെങ്കിൽ അവരുടെ മുന്നത്തെ പോർട്ട്ഫോളിയോസ് വെച്ചിട്ടാണോ മനസ്സിലാക്കുക? അവരോട് ചോദിച്ചാൽ മതി, എത്രയാണ് നിങ്ങളുടെ ഫണ്ടെന്ന് ചോദിച്ചാൽ മതി. ചോദിക്കാന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ ഒരു കോൺവെർസേഷനിലൂടെ എത്തണമല്ലോ. അത് വേണം. അതിന് ഇൻവെസ്റ്ററിനെ റീച്ച് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു പ്രോസസ് ആണല്ലോ. അത് ചെയ്യുന്നത് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ അർജുൻ എന്തായാലും ഇപ്പോൾ ആക്സസ് ഉണ്ടാവും ഒരു ഞാൻ ഒരു എയർലി സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ചോളം ഏതൊക്കെയാണ് ഇവരെത്ര ഫണ്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. നേരെ ക്രഞ്ച് ബേസിൽ പോവുക, crunchbase.com പോവുക. crunchbase.com പോയിട്ട് ഏതാണ്ട് $29 കൊടുത്തു. അവർക്കൊരു ഫ്രീ ട്രയൽ ഉണ്ട് 7 ദിവസത്തെ തോന്നുന്നു. അത് കഴിയുമ്പോൾ $29 കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ ഏഞ്ചൽ ലിസ്റ്റിൽ പോവുക. ഏഞ്ചൽ ലിസ്റ്റ് ഫ്രീ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ ലൊക്കേഷൻ ഇന്ത്യ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. ലിസ്റ്റ് ചുമ്മാ വരും ടേബിളായിട്ട്. ആ ടേബിളിൽ നിന്നുള്ള ഓരോ വെബ്സൈറ്റിലും പോവുക. അവരുടെ ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം കിട്ടും. ആ ഇൻവെസ്റ്റ്മെന്റ്സിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഐഡിയലായിട്ട് തോന്നുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുള്ള ഫണ്ടുകളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. ഹെൽത്ത് കെയർ ആണ് നിങ്ങളെങ്കിൽ ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 10 ഫണ്ടുകൾ എടുക്കുക. എന്നിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് കെയർ ഫൗണ്ടേഴ്സിനെ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് പറയുക, നിങ്ങൾ ഈ ഫണ്ടിൻ്റെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുത്തതായിട്ട് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്തത്, എനിക്കൊരു 15 മിനിറ്റ് തരാമോ
എന്ന് ചോദിക്കുക. മിക്ക ഫൗണ്ടേഴ്സും സമ്മതിക്കും. അവരോട് പറയുന്നത് നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്തത്, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ, ഞാൻ ഇതാണ് ചെയ്യുന്നത്, എനിക്ക് അവരോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്, താങ്കളുടെ പാർട്ട്ണറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരുമോ. എല്ലാ ഫൗണ്ടേഴ്സും ചെയ്യും. കാരണം അങ്ങനെയാണ് ഒരു അപ്രോച്ച് ചെയ്യേണ്ട രീതി. അങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, പെട്ടെന്ന് ഒരെണ്ണം പറഞ്ഞു. അല്ല അതൊരു നല്ലൊരു രീതിയാണ്. നമ്മൾ ഒരു റാൻഡം മെയിൽ അയച്ച് അവരുടെ ഒരു മീറ്റിംഗ് കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ഈ ഒരു റെഫറൻസ്. വാം ഇൻട്രോസ് എപ്പോഴും ബെറ്റർ ആണ്. എനിക്ക് ഈയിടെ എൻ്റെ കമ്പനിക്ക് ഒരു കസ്റ്റമറായിട്ട് വന്ന ആള് എൻ്റെ പ്രോഡക്റ്റ് ഒക്കെ കണ്ടിട്ട് പുള്ളി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പ്രോഡക്റ്റ്. എന്നിട്ട് പുള്ളി നേരെ പോയി പുള്ളിയുടെ പാർട്ട്ണറിനോട്, പുള്ളിക്ക് സീരീസ് എ ചെയ്ത പാർട്ട്ണറിനോട് പോയി പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുമെന്ന്. അത് പുള്ളി പറഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തുരുതുരാന്ന് മെസ്സേജ് വരുന്നു, ഇമെയിൽ വരുന്നു. എന്നിട്ട് ഒന്ന് സംസാരിക്കാവോ, ഇന്ന ആള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവസാനം പുള്ളി അല്ല എനിക്ക് ചെയ്തത്, കാരണം അവർ ദേ ഗോട്ട് ബിസി വിത്ത് സംതിങ് എൽസ്. പക്ഷേ അത്രയും ഇൻട്രസ്റ്റ് വരും ഒരു വാം ഇൻട്രോ ഫ്രം ആ ഫൗണ്ടർ ചെന്നാൽ. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്ന ഇവൻറ്റുകളോ അല്ലെ ഇൻവെസ്റ്റേഴ്സ് ഗ്യാദർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഇവൻറ്റുകളോ ഉണ്ട്. അവിടെ നേരെ അതിന് നടക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഇമെയിൽ അയക്കുക, നാസ്കോമിൻ്റെ ഇവൻറ്റ് നടക്കുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾ വരുന്നുണ്ടോ, ഞാനവിടെ ഉണ്ടായിരുന്നു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ നേരെ മീറ്റിംഗ് അല്ല ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് കാണാമെന്നാണ് ചോദിക്കുന്നത്. അവര് ഇൻവെസ്റ്റേഴ്സിന്റെ ജോലി ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ജോലിയാണ്. അവർ രാവിലെ എഴുന്നേൽക്കുന്നത് ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ലൈക്ക് ലിറ്ററലി കുളിച്ച് പല്ല് തേച്ച് വരുന്നത് ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ. പക്ഷെ ഒട്ടുമിക്ക വെഞ്ചേഴ്സിലും അവരുടെ ഒരു കുറെ എംപ്ലോയീസ്, സെറ്റ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവില്ലേ, അവരെല്ലാം നമ്മൾ ആദ്യം റീച്ച് ചെയ്യുന്നത്. അവർ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് അത്ര വലിയ നോളജ് ഇല്ലാത്തവരായിരിക്കും. അവർ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സെയിൽസ് പീപ്പിൾ ആണ്. അതെ, ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടല്ല, ജോലിയാണ്. ഫൗണ്ടേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി. അവരത് റീച്ച് ഔട്ട് ചെയ്യും. എന്നിട്ട് അവർ ഈ ഫസ്റ്റ് കോൾ എടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലാണ് അവർ പാർട്ട്ണറിനോട് പോയി പറയുന്നത്. അപ്പോൾ രണ്ട് രീതി അതിനെ മാനേജ് ചെയ്യാം. ഒന്നുകിൽ ഈ അസോസിയേറ്റിനോട് സംസാരിച്ച് അസോസിയേറ്റിനെ ഇംപ്രസ് ചെയ്തിട്ട് പിന്നെ മുകളിലത്തെ ലെവലിലുള്ള ആളോട് പാടല്ല. അതിനേക്കാളും എളുപ്പമുള്ള എനിക്ക് തോന്നുന്നു റെഫറൻസ് ഒന്ന് നല്ല വാല്യൂ ആണ്. റെഫറൻസ് ഭയങ്കര വാല്യൂ ആണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ സിലിക്കോൺ വാലി സീരീസ് കണ്ടിട്ടുണ്ടോ? സിലിക്കോൺ വാലി ഒരു സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലുണ്ടെന്ന്. ഭയങ്കര കിടിലൻ സീരീസ് ആണ്. അതൊന്ന് കാണുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് ആളായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. തിരിച്ചിരിക്കാനുണ്ട്. ഇറ്റ്സ് എ കോമഡി സീരീസ്. അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ എന്തുമാത്രം ഈ ഇൻവെസ്റ്റേഴ്സിനോട് വേണ്ടാന്ന് പറയുന്നോ അത്രയും ഇവർ നമ്മുടെ പുറകെ വരും. അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സൈക്കോളജിക്കൽ തിങ്സ് ആണ്. ഒന്ന് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, രണ്ട് ഹേർഡ് മെന്റാലിറ്റി. ഹേർഡ് എന്ന് വെച്ചാൽ HERD. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് വെച്ചാൽ എനിക്കിത് കിട്ടാതെ അവന് കിട്ടുമോ, അതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. രണ്ട്, അവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എനിക്കറിയാത്ത എന്തോ അവൻ അറിയാം, അപ്പോൾ എനിക്ക് വിടണം. ഹേർഡ് മെന്റാലിറ്റി, അവൻ തീരുമാനിച്ചു അതുകൊണ്ട് എനിക്ക് വിടണം. ഈ രണ്ട് മെന്റാലിറ്റിയിലാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ്, ഒരു നല്ല ശതമാനം ഇൻവെസ്റ്റേഴ്സ് ഓടുന്നത്. ഇതൊക്കെ കേൾക്കുന്നവർ എന്നെ ചീത്ത വിളിക്കാറ് ഇൻവെസ്റ്റേഴ്സ്. എല്ലാവരുടെയും കാര്യമല്ല, നല്ല അടിപൊളി ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്തവർ പലപ്പോഴും ഇവിടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പം അസോസിയേറ്റ് റീച്ച് ഔട്ട് ചെയ്തു. അസോസിയേറ്റ് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ആദ്യത്തേത് തിരിച്ചങ്ങോട്ട് റെസ്പോണ്ട്. അവർ പറയും 30 മിനിറ്റ് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കും. തിരിച്ച് നമ്മുടെ റെസ്പോൺസ്, താങ്ക്സ് എ ലോട്ട് ഫോർ റൈറ്റിംഗ് ഇൻ, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്. ഞാൻ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്തു. ആ പോർട്ട്ഫോളിയോയിൽ പക്ഷേ നമ്മുടെ കമ്പനിയുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കമ്പനീസിനൊന്നും കാണുന്നില്ലല്ലോ. ഏതാണ് നമ്മുടെ സ്പേസിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഓൾസോ വെൻ വാസ് യുവർ ലാസ്റ്റ് ഫണ്ട് റൈസ്ഡ്? ക്വസ്റ്റ്യൻ, 2 ചോദ്യം അങ്ങോട്ട് തിരിച്ചയച്ചു. അപ്പോൾ ഇവനെന്താ വെയിറ്റ് ഇടുന്നത്? അപ്പോൾ ഉടനെ തിരിച്ചു വരും, അല്ലല്ല അങ്ങനൊന്നും അല്ല, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ 3, 4, 5 കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ സെല് ചെയ്ത് തുടങ്ങി. അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആ ഫണ്ട് സൈസ് 100, ഓക്കെ നമ്മുടെ എൻ്റെ സ്പേസിൽ നിങ്ങളുടെ ഇതിൽ ഏത് പാർട്ണറാണ് ഇത് നോക്കുന്നത്? അടുത്ത ഇമെയിൽ ഉടനെ തിരിച്ചു പറയും, ജോൺ എന്ന് പറയുന്ന പാർട്ണറാണ് ചെയ്യുന്നത്. ജോണോട് ജോയിൻ ചെയ്യണേ, ഐ വുഡ് ലവ് ടു ടേക്ക് എ കോൾ. നേരെ ഇമെയിലിൽ തന്നെ യു എലിവേറ്റഡ് യുവർ സെൽഫ് ടു ഡയറക്ട്ലി ഗോ ടു ദ പാർട്ണർ. മനസ്സിലായി? അപ്പോൾ നമ്മൾ ചെറുതല്ലത് ഇൻപുട്ട്. സാധാരണ ഒരു ഈവൻ ഞാനൊരു 1000 സ്റ്റാർട്ടപ്പ് ഇതിന് മെയിൽ അയച്ചിട്ടുണ്ട്. അവസാനം ഒരു 10-40 ഇന്റർവ്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് ചെറുത് ഇപ്പൊ നമുക്ക് കേൾക്കുന്നത് ചെറുത്, പക്ഷെ വലിയ ഇൻപുട്ടാണ്. അതാണ് നമ്മുടെ
ഒരു ഈ ഫിലോസോഫിക്കലി ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫൗണ്ടേഴ്സിനും അതുപോലെ കേരള ഫൗണ്ടേഴ്സിനും. നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ, കാശ് തരുന്നവനെ നമ്മളൊരു പെഡസ്റ്റലിൽ കീപ്പ് ചെയ്യും, നമ്മളെക്കാട്ടിലും മുകളിൽ കീപ്പ് ചെയ്യും. അത് പ്രത്യേകിച്ച് ഈ ഇന്ത്യക്കാര് ബ്രിട്ടീഷ് റൂളിൽ 200 വർഷം ജീവിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. നമുക്ക് എല്ലാത്തിലും ഒരു അണ്ടർഡോഗ് മെന്റാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് കാശ് തരുന്നവരുടെ മുമ്പിൽ നമ്മൾ ശരിക്കും അണ്ടർഡോഗ് മെന്റാലിറ്റി ഉണ്ട്. അത് ചില കേസിലൊക്കെ ഉണ്ടല്ലോ റെസ്പെക്ട്ഫുൾ ആവുന്നു. ഇപ്പൊ നമസ്തേ പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞെന്താ, ഇൻവെസ്റ്റേഴ്സിന്റെ മെയിൻ ജോലി ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൗണ്ടേഴ്സിന്റെ മെയിൻ ജോലി കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഇൻവെസ്റ്ററിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പൊ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, നമ്മളാണ് പ്രീമിയം. ഇൻവെസ്റ്ററിന്റെ ടൈം അല്ല പ്രീമിയം, ഫൗണ്ടറിന്റെ ടൈമാണ് പ്രീമിയം. നല്ല ഇൻവെസ്റ്റേഴ്സിന് ഇത് അറിയുകയും ചെയ്യാം, മനസ്സിലായി? അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാൻ ഇവരോട് സംസാരിക്കണോ അല്ലെ ഞാൻ ഇവരോട് സംസാരിക്കണോ എന്ന് ആലോചിക്കണം. അപ്പോൾ ആ പെഡസ്റ്റലിൽ നിൽക്കുന്ന ഇൻവെസ്റ്ററിനെ താഴ്ത്തിയിട്ട് നമ്മളെക്കാട്ടിലും താഴെയല്ല, നമ്മുടെ അതേ ലെവലിൽ തന്നെ കൊണ്ടുപോവുക. ഞാൻ നിങ്ങളുടെ കസ്റ്റമറാണ്, നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്നത് നിങ്ങളുടെ കസ്റ്റമറെ മീറ്റ് ചെയ്യാനാണ്, ഞാൻ എഴുന്നേക്കുന്നത് എൻ്റെ കസ്റ്റമറെ മീറ്റ് ചെയ്യാനാണ്. ഈ മൈൻഡ് സെറ്റ് ഫ്ലിപ്പ് ചെയ്താൽ നമ്മുടെ കോൺവെർസേഷൻ ഫുള്ളി ചേഞ്ച് ചെയ്യും. പിന്നെ അണ്ടർഡോഗ് മെന്റാലിറ്റി ഇല്ല. നിങ്ങൾക്ക് എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ സൗകര്യത്തിന് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് മീറ്റ് ചെയ്യാം, നിങ്ങളുടെ സൗകര്യത്തിനല്ല. എനിക്ക് ഇപ്പം ഈ സെക്കൻഡ് ടൈമും തേർഡ് ടൈം ഫൗണ്ടർ ആകുമ്പോഴത്തേക്ക് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫൗണ്ടേഴ്സിനെ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ്, അത് അഗെയിൻ നല്ല ഇൻവെസ്റ്റേഴ്സ് അല്ല, നല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇമെയിൽ എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ഞാൻ നിങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് റിസർച്ച് ചെയ്തു, ഒത്തിരി നല്ല കാര്യങ്ങൾ കേട്ടു, നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, എന്താണ് ഒരു കൺവീനിയൻസ്, മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മുടെ ടൈമിനെ വാല്യൂ ചെയ്ത ഇമെയിൽസ് വരും. അതാണ് നല്ല ഇൻവെസ്റ്റർ ഇമെയിൽസ്. മോശം ഇൻവെസ്റ്റർ ഇമെയിൽസ് എന്താണെന്ന് വെച്ചാൽ, ഹായ് അർജുൻ, heard great things about Docket, would love to meet, copying my EA to find time. ലിറ്ററലി ഇങ്ങനെ ഇമെയിൽസ് വരാറുണ്ട്. ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ദാറ്റ് പേഴ്സൺ ഈസ് ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് ഞാൻ കോളിൽ കയറും, 30 മിനിറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എനിക്ക് ഇമെയിൽ വന്നാൽ ഞാൻ കൊടുക്കത്തേയില്ല. ഞാൻ അപ്പോൾ തന്നെ നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ എം നോട്ട് റേസിങ്, ഫുൾ സ്റ്റോപ്പ്, ഒറ്റ സെൻറ്റൻസ് റെസ്പോണ്ട് ചെയ്ത് നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് ടൈം ഫൗണ്ടർ ആയതുകൊണ്ട് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഫസ്റ്റ് ടൈം ഫൗണ്ടറിന് അത്രയും ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഈ പവർ കുറച്ചിങ്ങോട്ടൊന്ന് പുള്ളി ചെയ്ത് വെക്കണം. അത് ചെയ്യാൻ പറ്റുന്നത് ഈ 1-2 പ്രാവശ്യം ചെയ്ത് ഇത് അറിയാവുന്നവർക്കാണ്. പക്ഷെ നമ്മളിത് ഇതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറും. അടുത്ത ഇമെയിൽ വലിയ ഇമെയിൽ വരും, ഫുള്ളി നമ്മളെ റെസ്പെക്ട് ചെയ്ത്, നമ്മുടെ ടൈമിനെയൊക്കെ റെസ്പെക്ട് ചെയ്ത്, ഞാൻ 2 കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഇമെയിൽ തിരിച്ചു വരും. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും ഒരേ ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളെ എനിക്കും വേണം, എനിക്ക് നിങ്ങളെയും വേണം. അങ്ങനെ നമുക്ക് ഈ സാധനം മുന്നോട്ട് നീക്കാം. ഇന്ന് തീരുമാനിക്കുമ്പോൾ കോൺവെർസേഷൻ ഫുള്ള് ചേഞ്ച് ചെയ്യും. അപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങുന്നത്. ദ മോർ യു റൺ അവേ ഫ്രം ഇൻവെസ്റ്റേഴ്സ്, ദ മോർ ഇൻവെസ്റ്റേഴ്സ് വിൽ കം ബിഹൈൻഡ് യു. അതുപോലെ ഒരു ലാസ്റ്റ് പോയിന്റ് കൂടെ പറഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാത്ത സമയത്ത്. അത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് കാരണം ഞാനിത് നമ്മൾ ചിന്തിക്കും, അത് ചിന്തിക്കണം എന്നുള്ളതാണ് പോയിന്റ്. അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും ഒരു തിയറി ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ഡോട്ട്സ്, ദേ ഇൻവെസ്റ്റ് ഇൻ ലൈൻസ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രാഫ് ഇമാജിൻ ചെയ്യാം. ഒരു y ആക്സിസും ഒരു x ആക്സിസും. y ആക്സിസ് നിങ്ങളുടെ ഗ്രോത്ത് ആണെന്ന് വിചാരിച്ചു, റവന്യൂ ആണ്. x ആക്സിസ് ടൈം ലൈൻ ആണെന്ന് വിചാരിക്കും, ഇത് മാസം ഡിസംബർ ടൈം ലൈൻ. അപ്പം എൻ്റെ അടുത്ത് താങ്കൾ നാളെ വന്നു, എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിച്ചു, വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ റവന്യൂ ഇത്രയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ടൈം ലൈനിൽ നിങ്ങളൊരു ഡോട്ടായി. ആദ്യമായി നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു, ഉടനെ എന്നോട് ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചാൽ ഞാൻ തരത്തില്ല. കാരണം ഐ ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ഡോട്ട്സ്. എന്നിട്ട് എന്നോട് പറഞ്ഞു 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇത് ചെയ്യുമായിരിക്കും, ഞങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ആയിട്ടൊരു പാർട്ണർഷിപ്പ് കിട്ടുമായിരിക്കും. 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ വന്ന് എനിക്കൊരു ഇമെയിൽ അയച്ചു, 2ാമത്തെ ഡോട്ട് വന്നു. 3ാമത്തെ അത് കഴിഞ്ഞ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും ഇൻ പേഴ്സൺ ഏതോ ഇവന്റിനെ വെച്ച് കണ്ടിട്ട് ഒരു അപ്ഡേറ്റ് കൂടെ തന്നു, 3ാമത്തെ ഡോട്ട് വന്നു. ഇപ്പോൾ ഇതൊരു ലൈനായി. അപ്പോൾ നിങ്ങൾ ഈ എന്നെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കും, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് വല്ലതും എടുക്കുന്നുണ്ടോ? ഇതാണ് ബെസ്റ്റ് ഫണ്ട് റൈസേഴ്സ്. പക്ഷെ അതിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കാനുള്ളൊരു ബന്ധം എങ്ങനെ ക്രിയേറ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ഈ പാർട്ട്ണറിന്റെ ഇമെയിൽ കിട്ടാൻ വളരെ എളുപ്പമാണല്ലോ.
ആ പാർട്ട്ണറിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമോ, ഹിയർ ഇസ് മൈ ഡെക്ക് എന്നുള്ള ഇമെയിലാണ് സാധാരണ എല്ലാവരും അയക്കുന്നത്. അതിന് പകരം ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ നോക്കി. ആ പോർട്ട്ഫോളിയോ നോക്കിയപ്പോൾ ഈ 1-2 കമ്പനീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു. നിങ്ങൾ ഇതിലൊരു എക്സ്പേർട്ടായി, ഈ ഡൊമൈനിൽ നല്ല അറിവുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യുന്നത് ഇതാണ്, 1 സെൻറ്റൻസ്. ഒരു 30 മിനിറ്റ് സമയം എനിക്ക് തരാമോ ഫോർ മീ ടു ഷോ യു വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് ടേക്ക് യുവർ ഫീഡ്ബാക്ക്. അതാണ് ആസ്ക്. ഫീഡ്ബാക്ക് തരാൻ പറ്റുമോ? ഇൻവെസ്റ്റേഴ്സിൻ്റെ ജോലിയാണ് ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത്. അവർ കോളി കയറും. കാരണം നിങ്ങൾ പൈസയല്ല ചോദിക്കുന്നത്. വേറൊരു തിയറിയാണ് ആസ്ക് ഫോർ മണി യു ഗെറ്റ് അഡ്വൈസ്, ആസ്ക് ഫോർ അഡ്വൈസ് യു ഗെറ്റ് മണി. അപ്പോൾ ഫസ്റ്റ് ഡോട്ടായിട്ട് കയറുന്നത് ഇങ്ങനെയാണ്. അത് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുക, അവർ ഫീഡ്ബാക്ക് തരും. അത് കഴിയുമ്പോൾ ഫീഡ്ബാക്കിൻ്റെ ലാസ്റ്റിൽ സൂപ്പർ യൂസ്ഫുൾ മീറ്റിംഗ് പാട്രിക് ഓർ വോവർ, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഞങ്ങളുടെ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പോസ്റ്റഡായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്തോട്ടെ, യു ആർ ടേക്കിംഗ് പെർമിഷൻ. അവർ പറയും ഓ അബ്സല്യൂട്ട്ലി എന്ന് പറയും. അത് കഴിയുമ്പോൾ ഒരു മന്ത്ലി ഇൻവെസ്റ്റർ അപ്ഡേറ്റോ അല്ലെങ്കിൽ ഒരു 2 months കൂടുമ്പോൾ ഒരു ഇൻവെസ്റ്റർ അപ്ഡേറ്റ് ഫ്യൂച്ചർ. എൻ്റെ ഹബ്സ്പോട്ടിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ ആ ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സിന് ഫ്രം ടൈം ടു ടൈം ഒരു അപ്ഡേറ്റ് അയക്കും, മെയിൽ അയക്കും. അതിൻ്റെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് അയക്കുന്ന അപ്ഡേറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഇന്റേണൽ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ആയിരിക്കും ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സിന് അയക്കുന്നത്. അപ്പം നമ്മളവരെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ് ദ റൈറ്റ് ടൈം അവർ ചോദിക്കും, അർജുൻ നിങ്ങൾ കുറേ ഇതൊക്കെ നടത്തുന്നുണ്ടല്ലോ, നമുക്ക് ഒന്ന് മീറ്റ് ചെയ്താലോ? അപ്പം നമ്മൾ പറയും ഓ വേണ്ടെന്നേ, എന്തിനാ മീറ്റ് ചെയ്യേണ്ടെന്നേ. അതേ അവർ പറയും ഇല്ല ഞാൻ പാലോ ആൾട്ടോയിലുണ്ട്, നമുക്കൊരു കോഫി കുടിക്കാം. ഓക്കെ. എന്നിട്ടത് പതുക്കെ ഫണ്ടിങ് ആവും, കാശ് വരും. ഞാനിപ്പോഴും ഇങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു വലിയ പ്രോസസ്സ് റൺ ചെയ്ത് ഒരു 60 പേരെ റീച്ച് ഔട്ട് ചെയ്ത് ഞാൻ ഇതുവരെ ഫണ്ട് റേസ് ചെയ്തിട്ടില്ലല്ലേ? തുടക്കത്തിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫണ്ട് എങ്ങനെയാണ് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബ്ലീഡ് ചെയ്യണ അവസ്ഥ സിറ്റുവേഷനിലാണെന്നിരിക്കും. അപ്പോഴും നമുക്ക് ഇതുപോലെ മാനേജ് ചെയ്യാൻ പറ്റണമല്ലേ? അപ്പം ദാറ്റ് ഈസ് ടു ലേറ്റ് ഫോർ യു. അതാണ് സംഭവം. അതായത് നിങ്ങൾ അതുപോലെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിങ് അപ്പം ചോദിച്ചാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അത് നിങ്ങൾ പൈസ വേണ്ടാത്തപ്പം വേണം ഐഡിയലി ഫണ്ട് റൈസ് ചെയ്യാൻ. അതാണ് ഇതെല്ലാം. ഇതൊരു ഗെയിമാണ്, ഒരു ചെസ് ഗെയിം പോലത്തെ ഒരു ഗെയിമാണ് ഈ സാധനം. ഇതെല്ലാം ഒന്നും അറിഞ്ഞിട്ട് ഫണ്ട് റൈസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാനിപ്പോ തുടങ്ങിയപ്പോ ഇന്നിപ്പോ കിട്ടി കുറെ പോയിന്റ്സുകളുണ്ട്. അതായത് അപ്രോച്ച് ചെയ്യുന്ന രീതികള് ചെറിയ ഷിഫ്റ്റ് അല്ല അത് മെന്റലി ഉണ്ടാക്കുന്നത്. അല്ല പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല ഫൗണ്ടേഴ്സ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിനെ കിട്ടും, അതിൽ നിന്ന് ഫസ്റ്റ് റൗണ്ട് റേസ് ചെയ്യും. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ പതുക്കെ പഠിച്ചാണ് ഈ അടുത്തടുത്ത റൗണ്ടുകൾ റേസ് ചെയ്ത് നമ്മൾ വരുന്നത്. അപ്പോൾ നോർമലി ചെയ്യുന്ന അബദ്ധം പറഞ്ഞുതരാം. ഇപ്പൊ 3F നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, ഇത് കത്തി തീരാനാകുമ്പോഴും അടുത്ത് ചിന്തിക്കുള്ളൂ. അതിന് മുന്നേ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിലല്ലേ ഡേറ്റ വൈസ് വളരെ ക്ലിയർ ആണ്. ഒരു റൗണ്ടിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ 24 തൊട്ട് 32 മാസം വേണം, ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച്. ഇപ്പം മിക്കവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 15 ലക്ഷം രൂപ കിട്ടിയാൽ എനിക്കിത് ലോഞ്ച് ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും 15 ലക്ഷം രൂപ വെച്ച് എത്ര റൺവേ കിട്ടും? 3 മാസം റൺവേ കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റൺവേ 6 മാസത്തെ ഒരു റൗണ്ട് റേസ് ചെയ്യാൻ 4 തൊട്ട് 6 മാസം എടുക്കും. അതാണ് അതിൻ്റെ ഒരു നമ്പർ. അപ്പം നിങ്ങൾക്ക് 3 മാസത്തെ റൺവേ വെച്ച് നിങ്ങളിപ്പോൾ ഒരു റൗണ്ട് ക്ലോസ് ചെയ്താൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും മാർക്കറ്റിലാണ് അടുത്ത റൗണ്ട് റേസ് ചെയ്യാനായിട്ട്. കാരണം പിന്നെ ഓടിക്കണ്ടേ, 3 മാസം തീരെ. ഇന്ന് തുടങ്ങിയാലേ 4ാമത്തെ മാസം റേസ് ആവത്തുള്ളൂ. നിങ്ങൾ റേസ് ചെയ്യുമ്പം 12 മാസത്തിൽ താഴെ റൺവേ ഒരിക്കലും റേസ് ചെയ്യരുത്. 18 മാസം എങ്കിലും വേണം, ഐഡിയലി 24 മാസം വേണം. 24 മാസത്തേക്ക് നിങ്ങൾ റേസ് ചെയ്താൽ 18 മാസം നിങ്ങൾക്ക് പൈസയെ പറ്റി വറി ചെയ്യാതെ എക്സിക്യൂട്ട് ചെയ്യാം. 19ാമത്തെ മാസം തൊട്ട് 24ാമത്തെ മാസം വരെ ഫണ്ട് റേസ് ചെയ്യാം അടുത്ത റൗണ്ട്. ഇതാണ് ആ മാത്ത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു തമ്പ് റൂൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാത്ത് ഒക്കെ ചെയ്തു, 24 മാസത്തേക്ക് ഞങ്ങൾക്ക് 50 ലക്ഷം രൂപ വേണം എന്ന് മാത്ത് കിട്ടിയെന്ന് വിചാരിക്കാം. നേരെ ഡബിൾ ചെയ്യുക, നിങ്ങൾക്ക് 1 കോടി രൂപ വേണം, ഉറപ്പായിട്ടും വേണം. അങ്ങനെയാണ് വേൾഡ് വർക്ക്. നിങ്ങൾ എന്തൊക്കെ വെച്ച് എത്ര മോഡൽ ചെയ്താലും നിങ്ങൾക്ക് 50 ലക്ഷം എന്നാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ അതിന്റെ അറ്റ്ലീസ്റ്റ് ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരുമായിരുന്നു. പക്ഷെ അത് നമുക്ക് സംസാരിക്കുമ്പോൾ അവരോട് പറയണ്ട എത്ര എക്സ്പെൻസ് നമുക്ക് വരുന്നുള്ളത്. അത് ആ മോഡലിന്റെ കേസ് എന്ന് വെച്ചാൽ ആ മോഡൽ പോലെ വർക്ക് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ഈ ലോകത്തില്ല. അത് VCസിനും അറിയാം, മിക്ക ഫൗണ്ടേഴ്സിനും അറിയാം. കാരണം ഇതൊരു കുറെ ഫോർമുല ഒരു എക്സൽ ഷീറ്റിലങ്ങ് എഴുതുകയല്ലേ. കൂട്ടി എഴുതണം എന്നാ പറയണത്. കൂട്ടി എഴുതാം. അങ്ങനെ കാണണം എന്നാ പറയുന്നത്. ഒരു 50 lakhs ആണ് നമുക്കൊരു 24 months വേണ്ടെങ്കിൽ
നമ്മൾ 1 CR കണക്ക് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. 1 CR കണക്ക് നമ്മൾ ഉണ്ടാക്കുകയല്ല, നമ്മൾ പലപ്പോഴും ഇത് ആദ്യത്തെ ഉണ്ടാക്കുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ടാണ്. അതിനെ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി വിടുക. അതായത് ഇപ്പം നമ്മൾ പറയും ഒരു സാലറി എത്ര കൊടുക്കണം, നമുക്കൊരു 35,000 കിട്ടുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 35,000 അല്ലത്. ഒരു നല്ല ആളെ കിട്ടണേ 55,000 കൊടുക്കണമായിരിക്കും. അപ്പോൾ ഈ 35,000 ഇടുന്നതിന് പോലെ 55,000 മോഡലിൽ ഇടുക. ആ കംഫർട്ടബിൾ ആയിട്ട് ആ കമ്പനി ഓടിക്കാനുള്ളത് ഇടുക. അങ്ങനത്തെ എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഈ 50 ലക്ഷം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി 1 കോടിയാവും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ റേസ് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ കാൽക്കുലേഷനിൽ വരുന്നത് അതിന് നേരെ ഇരട്ടി റേസ് ചെയ്തോളുക. അത്രയും വേണ്ടി വരും നിങ്ങൾക്ക്. ഓക്കെ. ആ 24 മന്ത്സിൽ ഇടുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 70 lakhs ആണ് എനിക്ക് കണക്ക് കൂട്ടിയത്. അതിന് മുകളിൽ നമുക്കൊരു ബഫർ ഇടുന്ന പോലെ 20% എക്സ്ട്രാ അങ്ങനെ ഇടാൻ പറ്റുമോ? മിസ്സലേനിയസ് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റും. ഇതിൽ എന്ത് വേണേലും ഇടാം. നിങ്ങളിത് ഇൻവെസ്റ്ററിനെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അതിൽ തന്നെ ഇൻവെസ്റ്റർ ആ മോഡലിൽ നോക്കുന്നത് സ്പെസിഫിക്സ് അല്ല, നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നാണ് അവർ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വരാൻ പോകുന്ന മെയിനായിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം നിങ്ങൾ ഫാക്ടർ ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ശരിക്കും ഇപ്പം നിങ്ങളൊരു AI കമ്പനിയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് AI മോഡൽസിനുള്ള കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക, അതൊരു വലിയ റെഡ് ഫ്ലാഗാണ്. നിങ്ങളൊരു AI കമ്പനിയാണെങ്കിൽ AI മോഡൽസിൻ്റെ കോസ്റ്റ് ഇത് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഹാർഡ്വെയർ കമ്പനിയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് റെഗുലേഷൻ FCCയുടെയോ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷൻ എടുക്കണം. അതിനുവേണ്ടി 1000 പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണമായിരിക്കും. ആ 1000 പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള കാശ് നിങ്ങൾ വകയിരുത്തിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗാണ്. അതാണ് അവർ നോക്കുന്നത്. അല്ലാതെ ജൂണിൽ ഈ മാസം ഇത്രയും രൂപ സാലറിക്ക് വേണ്ടി കൊടുക്കും അതല്ല അവർ നോക്കുന്നത്. ഇതിൻ്റെ തോട്ട് പ്രോസസ്സാണ് അവർ നോക്കുന്നത്. കാരണം റിയാലിറ്റിയിൽ ഒരു 2 വർഷത്തെ മോഡലോ ഒരു 5 വർഷത്തെ മോഡലോ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. എനിക്കെപ്പോഴും കമ്പനീസ് ഉണ്ടാക്കുമ്പോൾ ബിസിനസ് മോഡലുകൾ കോൺഫ്ലിക്റ്റിംഗ് ആവരുത്. എന്നുവെച്ചാൽ നമ്മൾ കാശ് ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് പണി കിട്ടുന്നത് പോലത്തെ ബിസിനസ് മോഡലുകൾ ഉണ്ടാക്കരുത്. സൂമിൻഫോയിൻ്റെ അകത്തിരുന്നപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, മാർക്കറ്റിംഗ് വോയിസ് എന്ന് പറഞ്ഞ്. അത് ആദ്യത്തെ 14 മാസത്തിൽ 10 പേരുടെ ഒരു ടീം $26 million റവന്യൂ വരെ ഗ്രോ ചെയ്തു. $0 to $26 million ഇൻ റവന്യൂ ഗ്രോ ചെയ്തു. പക്ഷേ അത് സൂമിൻഫോയ്ക്ക് അകത്താണ്.